ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിപ്പം ഇന്ന് രാവിലെ 6 മണിക്ക് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാം റെഡി ആയപ്പോഴത്തേക്കിനും ചക്കര ഞങ്ങളുടെ കൂടെ വരാൻ വേണ്ടിയിട്ട് നിൽക്കുവാണേ. ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു. അപ്പം ഞങ്ങൾ ഇറങ്ങാനായിട്ട് റെഡി ആയപ്പോഴത്തേക്കിനും അവളൂടെ ചാടി ഇറങ്ങി വന്ന് മഴയത്ത് നിൽക്കുക. മമ്മി ആവുന്ന വിധത്തിൽ വീട്ടിലോട്ട് ഓടിച്ചു വിടാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവളെന്ത് ചെയ്താലും ഓടിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും പോകത്തില്ല, നമ്മുടെ പുറകെ ഇങ്ങനെ വരും. ഇപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് ഈ ഒരു സ്വഭാവം തുടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മൾ എങ്ങോട്ടേലും പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മളെക്കാളും ഫ്രണ്ടിൽ വന്നിട്ട് ഗേറ്റിന് വെളിയിൽ വന്ന് നിൽക്കും. നമ്മുടെ കൂടെ പുറകെ ആ ഒരു വഴി വരെ ഇങ്ങനെ വരും. നമ്മൾ ഓടിച്ചു വിട്ട് കഴിഞ്ഞാൽ ഒന്നും പോകത്തില്ല. ഇതിപ്പോൾ നമ്മൾ പുറത്ത് പോകാനായിട്ട് റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്ക് മനസ്സിലാവും നമ്മൾ പുറത്ത് പോവാണ്, ഞാൻ തന്നെ വീട്ടിൽ ഇരിക്കേണ്ടി വരും എന്നൊക്കെ അവർക്കറിയാം. പ്രത്യേകിച്ച് മമ്മി റെഡി ആയിക്കിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മമ്മിയുടെ പുറകിനൊന്നും മറന്നില്ല. അപ്പോൾ ഇതുപോലുള്ള സമയത്ത് നമുക്കിതിനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയിട്ടില്ലേ ഒരു സമാധാനം കിട്ടത്തില്ല. അങ്ങനെ ഒരു വിധത്തിൽ ഞാൻ അവളെ വീട്ടിലാക്കിയിട്ടുണ്ട്. ഇനി തേവരക്കൊന്ന് അമ്പലത്തിൽ പോകാമേ. ഇന്ന് കർക്കിടക വാവായതുകൊണ്ട് അമ്പലത്തിൽ കർക്കിടക വാവ് ബലി നടക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ തൊഴാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇതിപ്പോൾ സമയം രാവിലെ ഒരു 6:30 ആയി കാണും. ഞങ്ങൾ നടന്നു വരുന്ന വഴിക്ക് ഓട്ടോ കിട്ടിയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇനി അമ്പലത്തിൽ എത്തി. ഈ കാണുന്നത് പമ്പയാറാണ്. പമ്പയാറിൻ്റെ തീരത്താണ് ബലിയിടൽ നടക്കുന്നത്. നെടുമ്പ്രയാർ പള്ളിയോടൊക്കെയുള്ള സ്ഥലമാണ്. അപ്പം ഇതാണ് തേവരക്കുന്ന് അമ്പലം. മഴയായിരുന്നിട്ടും ബലിയിടുന്നിടത്ത് ഭയങ്കര തിരക്കായിരുന്നേ. അപ്പം ഞാൻ ശ്രീകോവിലിൻ്റെ ഭാഗങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇതിപ്പം നമ്മൾ തൊഴുത് കഴിഞ്ഞു. ഇനി നമ്മൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ്. ഇനി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. ഇവിടെ ഒരു ക്യൂ ഉണ്ട്. അപ്പം ആദ്യത്തെ ഒരു സെക്ഷൻ ആൾക്കാരെല്ലാം ബലിയിട്ടതിന് ശേഷം അടുത്തൊരു സെക്ഷൻ ആൾക്കാർ കയറും. അപ്പോൾ അതാ ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചിങ്ങോട്ട് നടന്ന് വരുമ്പോഴത്തേക്കിനും ഇവിടെ ഒരു കടയുണ്ട്. ഇവിടെ അത്യാവശ്യം സ്റ്റേഷനറി ഐറ്റംസും ബേക്കറി ഐറ്റംസും ഒക്കെ ഉണ്ട്. അപ്പം അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഈയിടെയായിട്ട് പായസക്കടകൾ ഇങ്ങനെ അടുപ്പിച്ച് കാണാറുണ്ട്. മിക്കവാറും ഞാൻ ബസ്സിൽ പോകുമ്പോഴായിരിക്കും ഇത് കാണുന്നത്. അങ്ങനെ കണ്ട് പായസം കുടിക്കണമെന്ന് ഭയങ്കര ഒരു കൊതി. അപ്പം പാലടയ്ക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ടാണ് കടയിലോട്ട് വന്നത്. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് പാലട വെച്ച് കുടിക്കണം. ഈ കടയിലെ ചേട്ടൻ്റെ പേര് നന്ദകുമാർ എന്നാണ്. അപ്പം കോഴഞ്ചേരി വരെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു കട വളരെ ഉപകാരപ്പെടും. ഞങ്ങൾ സാധനം എല്ലാം വാങ്ങിച്ചു. എനിക്ക് സ്വല്പം നടക്കാനുണ്ട്. ഈ കാണുന്നതാണ് ചിറയറമ്പ് ജംഗ്ഷന്. ഇതിപ്പോൾ മഴയായതുകൊണ്ടാണ് ഇവിടെ അധികം ആൾക്കാരൊന്നും കാണാതെ. പിന്നെ 8-9 മണിയൊക്കെ ആയതല്ലേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ട് വരുന്നതേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു ഓട്ടോയെ ഇവിടെ കിടപ്പുള്ളേ. നമുക്ക് വീട്ടിലോട്ട് നടന്നൊക്കെ തന്നെ പോകാം. പക്ഷെ ഇപ്പം കയ്യിൽ സാധനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഓട്ടോ പിടിച്ച് തന്നെ വീട്ടിൽ വന്നു. അപ്പോൾ ഞങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ ചക്കര എവിടുന്നോ ചാടി വന്നിട്ടുണ്ട്. രാവിലത്തെ മഴ മൊത്തം കൊണ്ടിട്ടുണ്ട്. ഇപ്പം നനഞ്ഞ് കുളിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ പുറത്ത് പോയിട്ട് തിരിച്ച് വീട്ടിൽ വരാൻ നേരവേ ഒരു കവർ സാധനങ്ങൾ കൊണ്ടൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. മുമ്പൊന്നും ഈ ഒരു ശീലമൊന്നും ഇല്ലായിരുന്നു, മഴയൊക്കെ ഒന്ന് നനയുന്ന പരിപാടി. ഇനി തുടച്ച് വൃത്തിയാക്കി എടുക്കണം. രാവിലെ ഇനി വന്നു കഴിഞ്ഞപ്പോൾ മമ്മി കിഴങ്ങ് കറി പാലപ്പം ഉണ്ടാക്കി. അപ്പോൾ രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പവും കിഴങ്ങ് കറിയുമാണ്. ഉച്ചയായപ്പോഴത്തേക്കിനും ഭയങ്കര കാറ്റായിരുന്നേ. വലുതായിട്ട് മഴയൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഭയങ്കര കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഇത് അടയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവൽ കുറച്ച് വിളയിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം മമ്മി അതിൻ്റെ പ്രിപ്പറേഷനാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇച്ചിരി അധികം അവലെടുത്ത് വിളയിക്കുക. അട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്നത് നമുക്ക് അവൽ വിളയിച്ചത് കഴിക്കാമല്ലോ. അങ്ങനെ അടയ്ക്കുള്ള സാധനങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പൊട്ടുകടലയും തേങ്ങാക്കൊത്തും ഇട്ട് മമ്മി അവൽ വിളയിച്ചത് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ ഞാൻ പായസവും ഏതായാലും റെഡിയാക്കി. പായസം റെഡി ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പാത്രത്തിലെടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ മമ്മി ഒരട എടുത്തുകൊണ്ട് വന്നു. ഇത് അവൽ ഫില്ല് ചെയ്ത അടയാണ്. എനിക്ക് അട കഴിക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ മമ്മി പറഞ്ഞു ഇന്നത്തെ ദിവസം കുറച്ചെങ്കിലും കഴിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് സ്വല്പം എടുത്ത് മുറിച്ചെടുത്ത് തന്നിട്ടുണ്ട്. ഞാൻ ഏതായാലും ആ ഒരു പീസ് മാത്രമായിട്ട് എടുത്തിട്ട് ഞാൻ സ്ഥലം വിട്ടു.